ഭൂതക്കണ്ണാടി എന്ന ഒരു വലിയ സിനിമയുടെ ശേഷമായിട്ട് ലോഹിയേട്ടൻ രണ്ടാമത്തെ സിനിമയായിട്ട് ചെയ്തത് കന്മദം എന്ന ചിത്രമാണ്. പ്രണവം മൂവീസിൻ്റെ ലാലേട്ടനും മഞ്ജു വാര്യറും ഒക്കെ അഭിനയിക്കുന്ന, സിദ്ദിഖും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമ. അപ്പം ആ സിനിമയുടെ ഒരു തുടക്കത്തിൽ തന്നെ ആലോചനയുടെ സമയത്ത് തന്നെ ലോഹിയേട്ടൻ എന്നെ വിളിക്കുകയും ആ സിനിമയോടൊപ്പം ചേരുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ലോഹിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ലോഹിയേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കഥയുടെ ഒരു പശ്ചാത്തലം നമ്മുടെ അടുത്ത് പറയും, അതിന് ഇണങ്ങുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ലോഹിയേട്ടനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത്. ലോഹിയേട്ടൻ പലപ്പോഴും പറയുന്നത്, ഒരു വീട്ടിൽ ചെന്ന് അതിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പം അറിയാം ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം മുറ്റത്തെ ചെടികളുടെ രീതികൾ, സ്വഭാവങ്ങൾ ഒക്കെ മനസ്സിലാക്കി ഇവിടെ പെൺകുട്ടികളുണ്ടോ അല്ല പ്രായമുള്ളവരുണ്ടോ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പം മുറ്റത്തിന് ഒരു വീടിന്, അത് പഴയ കാലത്തെ ചിന്തകളായിരിക്കാം, ആ കാലത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കാം. ഒപ്പം തന്നെ പിന്നെ അദ്ദേഹം പറയാറുള്ള കാര്യം, ഒരാളുടെ പേര് കേൾക്കുമ്പോൾ അറിയാം ആളുടെ അച്ഛനെയും അമ്മയെക്കുറിച്ച്. ശരിയാണല്ലോ, നമ്മുടെ പേരൊക്കെ ഇടുന്നത് അച്ഛനും അമ്മമാരോ ആയിരിക്കും, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും. എൻ്റെ പേര് ബ്ലസ് ചെയ്യുന്നിട്ടത് എൻ്റെ സിലോണിലുണ്ടായിരുന്ന എൻ്റെ പപ്പയുടെ സിസ്റ്റർ, എൻ്റെ ആൻറ്റിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ പേര് ബ്ലസ് ചെയ്യുന്നും ജ്യേഷ്ഠൻ്റെ പേര് ബ്രുലിന്നും ഒക്കെ പറയുന്ന പേര് കുറച്ച് റെയറായിരുന്നു ആ കാലത്ത് എന്നുള്ളതുകൊണ്ട്. അപ്പം സേതുമാധവ് എന്നെ ഇടുന്ന അത് സേതുമാധവൻ്റെ അച്ഛൻ പോലീസുകാരനാണ്. അപ്പോൾ ആ സേതുമാധവനെക്കുറിൻ്റെ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആണ് അതിനെ. അപ്പം ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളെ അദ്ദേഹം കണ്ടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷനുകളെ, ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് നമുക്ക് എത്തിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം കന്മദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ച്, കന്മദത്തിലൊരു മുത്തശ്ശി വേണം, ഒരു ഫ്രഷ്നെസ് ഉള്ളൊരു മുത്തശ്ശി വേണം. അപ്പം എനിക്ക് കുറച്ച് പാലക്കാട് ഭാഗത്തിരുന്നിട്ടാണ് അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നത്. കുറച്ച് പൈസ എടുത്ത് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് യാത്ര ചെയ്തിട്ട് വാ, എവിടെ നിന്നെങ്കിലും ഒരു മുത്തശ്ശിയെ സംഘടിപ്പിക്കണം. അപ്പം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പം KG ദേവകി അമ്മ, ട്രിവാൻഡ്രത്തുള്ള റേഡിയോ ആർട്ടിസ്റ്റും ഡ്രാമ ആർട്ടിസ്റ്റും ഒക്കെയുള്ള അവരെയാണ് ആദ്യം മനസ്സിൽ തോന്നിയത്. ആ അമ്മയെ പോയി കണ്ടു. അങ്ങനെ ട്രിവാൻഡ്രത്ത് റേഡിയോ നിലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലരെ കണ്ടു. ഈ പിന്നീട് ചട്ടുകാലി മറിയ എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള അമ്മ, ആറന്മുള പൊന്നമ്മ, കലാനിലയം കൃഷ്ണൻ നായർ സാറിൻ്റെ ഭാര്യ, എന്തിനെ ഒളശ്ശയിൽ പോയി NN പിള്ള സാറിൻ്റെ സിസ്റ്റർ ആമനക്കുട്ടിയമ്മ. അങ്ങനെ ഡിഫറൻ്റായിട്ടുള്ള ഒരു കാലത്ത് വ്യത്യസ്തമായ തലത്തിൽ നാടകരംഗത്തും മറ്റു രംഗത്തുമൊക്കെ പ്രശസ്തരായിരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ഞാനൊരു യാത്രയായിരുന്നു. അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു ഹാൻഡി ക്യാമിലാണ് നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഒരു യാത്ര നടത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്, നമുക്കിവിടെ ഈ വാർദ്ധക്യം ബാധിച്ചവർ, അല്ലെങ്കിൽ പുറമെ ഈ നരച്ച മുടിയുള്ള ആൾക്കാർ വളരെ കുറവാണ്. പ്രായമുണ്ടായിരിക്കാം, പക്ഷേങ്കിൽ ഇവരൊക്കെ അമ്മൂമ്മമാരല്ല. അപ്പോൾ അമ്മൂമ്മ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇങ്ങനെ അന്യമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇവരെല്ലാം ആൻറ്റിമാരായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ വളരെ നിരാശയോടുകൂടി, അപ്പോൾ ഞാൻ താലോലം വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഒരു 3 മുത്തശ്ശിമാരുണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ നല്ലപ്പറമ്പിൽ ആ വീട്ടിൽ ചെന്നു, അവരെ കണ്ടു. പക്ഷേ അവരൊക്കെ വാർദ്ധക്യത്തിൻ്റെ ആയിട്ടുള്ള ക്ഷീണതകളും പ്രയാസങ്ങളും, തന്നെ സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രായത്തിലൊന്നും ഒരു സാധാരണ ഒരു ആൾക്കാരും പുതുതായിട്ട് തയ്യാറാകത്തില്ല. ഏതെങ്കിലും ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവരതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആവുക. അങ്ങനെ അവസാനം പാലക്കാട് നിരാശയായിട്ടിങ്ങനെ ഈ നല്ലപ്പള്ളിയിലെ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് ആരെങ്കിലും എങ്ങനെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ അവിടെ ആ ഒരു വീട്ടിലൊരു അമ്മ തനിച്ച് താമസിക്കുന്നുണ്ട്. അവർ ഈ ക്ലബിലൊക്കെ, റോട്ടറി ക്ലബിലൊക്കെ ഇങ്ങനെ ചില തിരുവാതിര അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു സന്ധ്യ സമയത്ത്
ഞാനൊരു വളരെ നല്ലൊരു മാന്യമായ ഒരു വീട്ടിൽ, അപ്പം അവർ കാറിലൊക്കെ സഞ്ചരിക്കുന്ന കാണാമെന്നൊക്കെ പറയും. കാർ ഓടിച്ചല്ല, കാറിലൊക്കെ സഞ്ചരിക്കും. അപ്പം ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു. ഒരു വീട്ടിൽ ചെന്ന് ഒരമ്മ തനിച്ച് താമസിക്കുന്ന ഒരു 19 വയസ്സുള്ള ഒരാളോട് സിനിമയിൽ അഭിനയിക്കാമെന്ന് ചോദിക്കാൻ പറ്റുമോ? വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷനാണ്. ഞാൻ കയറി ചെന്ന്. പൊതുവേ എനിക്ക് പ്രായമായവരോട് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. അവരെ കേൾക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും എനിക്ക് അവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് കേൾക്കാൻ ഞാൻ ഒരുപാട് പൊതുവിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ആ അമ്മയടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനിങ്ങനെ വരുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. അമ്മ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഒരു മുടിയൊക്കെ കുറച്ച് ബോബി ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ്, ഒരു നൈറ്റിയൊക്കെയാണ് അമ്മ ഇട്ടിരുന്നത്. അപ്പം ഒരു പാലക്കാടൻ സ്റ്റൈലിലുള്ള സംസാരമൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, വേറൊന്നും തെറ്റിദ്ധരിക്കരുത് അമ്മ, ഞാനിങ്ങനെ ഒരാവശ്യമായിട്ട് കുറച്ച് നാളായിട്ട് തിരുവനന്തപുരം തൊട്ട് ഇങ്ങനെ പലരെയും കണ്ടിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ അടുത്ത സമയം ഇത് പോയപ്പോൾ അമ്മ ഇങ്ങനെ ഇതാണെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടൊന്ന് സംസാരിക്കാനായിട്ട് വന്നതാണ്, ഒന്നും തെറ്റായിട്ട് ധരിക്കില്ലേ, ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു മുത്തശ്ശിയായിട്ട് ഒരാളെ നമ്മൾ നോക്കുന്നുണ്ട്. മകൻ ബോംബെക്ക് പോയി, ബോംബെയിൽ നിന്ന് ഗൾഫിൽ പോകാനായിട്ട് പോയിട്ട് തിരിച്ചു മടങ്ങി വരാതെ മൂവന്തിക്ക് എപ്പോഴും പാറപ്പുറത്ത് ഈ കൊച്ചുമോനെ നോക്കി കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ കാര്യമാണ്, അങ്ങനൊരു വേഷമാണ് ഉള്ളതെന്ന് വെച്ചു. അപ്പം എൻ്റെ അടുത്ത് ഈ അമ്മ ചോദിച്ചത്, പിറവിയിലെ പ്രേംജിയെ പോലെയാണോ എന്ന്. ഞാൻ 100% മാർഗമായി അമ്മച്ചിക്ക് കൊടുത്തു. കാരണം ഈ ഒരു പ്രായത്തിൽ പിറവി എന്നൊരു സിനിമ കാണുക, ആ സിനിമയിലെ പ്രേംജിയുടെ മകന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതിനപ്പുറമായിട്ട് വേറെ ഞാൻ പലപ്പോഴും ഈ ഒരാളെ കണ്ടെത്തുന്നതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും കണ്ടെത്തുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര എനർജിയായി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മുത്തശ്ശിയല്ല, മോഹൻലാലിൻ്റെ കൂട്ടുകാരൻ്റെ മുത്തശ്ശിയാണ്. പക്ഷേ മോഹൻലാൽ അവർക്ക് ഭയങ്കര, അവരുടെ മകൻ്റെ പേര് മോഹൻ എന്നാണ്. അപ്പം മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടവും സ്നേഹമുള്ള, മകനെ പോലെ സ്നേഹമുള്ളതാണ്. അപ്പം ഇത് കൂടുതൽ എനിക്ക് എന്നിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് അമ്മ കാണിച്ചു തുടങ്ങി. മകൻ്റെ അടുത്ത് ചോദിക്കണം കാര്യങ്ങളെന്നൊക്കെ വന്നപ്പോൾ എനിക്ക് അപ്പം വളരെ മോഡേണായിട്ടുള്ളൊരു അമ്മയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാറുണ്ട്, കാറ് ഡ്രൈവറെ വെച്ച് പുറത്ത് പോകുന്നു, എസ്റ്റേറ്റിൽ പോകുന്നു, അങ്ങനെയൊക്കെ വളരെ അത്യാവശ്യം റിച്ചായിട്ടുള്ള ഒരു അമ്മയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അമ്മ ഈ പല്ലും ചിരിയൊക്കെ നല്ല, അമ്മ ഈ പല്ല് ശരിക്കും ഉള്ളത് തന്നെയാണോ എന്ന്. അപ്പം അല്ല മോനെ, ഞാനിത് വെച്ചതല്ല. പിന്നെ അടുത്തത് ഞാൻ ചോദിക്കണം, ഇതെല്ലാം ആദ്യത്തെ കാഴ്ചയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ വളരെ സാവകാശം ചോദിച്ചു, അമ്മ എനിക്കിതൊന്ന് എൻ്റെ ഒരു ഗെറ്റപ്പിനെ കുറിച്ചൊന്ന് അറിയാനായിട്ടാണ്, ഇതൊന്ന് എടുത്ത് മാറ്റാമോ? അമ്മ മാറ്റി തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പോഴത്തേക്ക് ഭയങ്കര ഡെപ്തിലായി. അമ്മ പല്ലൊക്കെ മാറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ മുത്തശ്ശി ഭയങ്കരമായിട്ട് തെളിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ലൗഹേട്ടനെ കാണിക്കണം, അപ്പോൾ ഞാൻ വിളിക്കാം. അങ്ങനെ ഞാൻ അമ്മയുടെ ഒരു മകനായിട്ട് അങ്ങനെ ഈ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ മാറുകയും അമ്മയ്ക്ക് എന്നോട് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്തു. അപ്പോൾ അമ്മ സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ല, സിനിമയിൽ അഭിനയവും അതുവഴി ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞാനിങ്ങനെ യുറേക്കാന്ന് പറഞ്ഞ ഒരു വിൻ ചെയ്ത ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ ലോഹിയേട്ടനെ ചെന്ന് കണ്ടു, സംസാരിച്ചു. അമ്മയെ പാലക്കാട്ടേക്ക് വിളിച്ചു വരുത്തി കണ്ടു, കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് നോക്കി, മുടിയൊക്കെ പറഞ്ഞ് ഈ കാതിലൊരു ചെറിയ തോടയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ ഇട്ട് അങ്ങനെ. അപ്പം പിന്നെ അത് അദ്ദേഹത്തിനും ഓക്കെ ആയി. ഈ അമ്മയുടെ ഉത്തരവാദിത്വം ടോട്ടലി എനിക്കായി. ഈ അമ്മയെ പഠിപ്പിക്കുക. മുത്തശ്ശിയുടെ മുത്തച്ഛൻ മരിച്ചു പോയതാണ്. ആ കഥയിൽ മുത്തച്ഛനും മുത്തശ്ശിയുണ്ട്. മുത്തച്ഛൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്ന മനുഷ്യൻ. പക്ഷേ ഈ അമ്മ എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഭർത്താവ് മരിച്ചു പോയ വേറൊരാളുടെ ഭാര്യയായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അമ്മയെടുത്ത്
അത് ഭർത്താവെന്ന് നമ്മൾ പറയത്തില്ല, ഇതെൻ്റെ ഭർത്താവെന്ന് ആരോടും നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. അത് അപ്പം ഞാൻ ലോഹിയേട്ടനോട് അതൊരു ഭർത്താവല്ല സഹോദരനാന്ന് വെച്ചോ, നമ്മൾ സഹോദരനാണോ ഭർത്താവാണോ എന്നൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനൊരു സഹോദരനാണെന്നുള്ള രീതിയിലാണ് ഈ അമ്മയെടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യാനും എന്ന് വെച്ചാൽ അത്തരം രീതിയിലുള്ള സീനുകളൊക്കെ ഉള്ളൂ. നമ്മൾ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു തുടങ്ങുന്നു. അപ്പോഴാണ് ലോഹിയേട്ടന് ആ സിനിമയ്ക്കും എഴുത്ത് ഇതിനോടൊപ്പം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഷൂട്ട് ചെയ്ത് വരുംതോറുമാണ് ഈ എഴുത്തിൽ കൂടുതൽ അവസരങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ മുത്തശ്ശിയും ഈ മകൻ്റെ കൂട്ടുകാരൻ മകൻ്റെ മരണത്തിന് ശേഷം ഈ വീട് അന്വേഷിച്ച് വരുന്നതാണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പം മകനായിട്ടുള്ള ലാലേട്ടൻ്റെ ക്യാരക്ടർ മുത്തശ്ശിയും തമ്മിൽ ഒരു വളരെ സൗഹൃദത്തിലാകുന്നതും സ്നേഹത്തിലാകുന്നതും മുത്തശ്ശിയെ ചിറപ്പ് ചെയ്യുന്നതിനായിട്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന് പറയുന്നൊരു പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പാട്ടിൻ്റെ കൊറിയോഗ്രാഫി ഈ വൃന്ദമാഷാണ്. അപ്പം ലോഹിയേട്ടൻ ഇങ്ങനെ എഴുത്തിങ്ങനെ തീരാതെ നിൽക്കുന്നു. അപ്പം സാധാരണ ഒരു സ്റ്റണ്ട് എടുക്കുമ്പോഴോ പാട്ടെടുക്കുമ്പോഴോ ഒക്കെയാണ് ഈ എഴുത്തുകാർ അല്ലെങ്കിൽ ഡയറക്ടർക്ക് ഒരു കുറച്ച് ജോലി കുറയുന്നതെന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പാട്ട് നീ ഷൂട്ട് ചെയ്തോ, ആ സമയങ്ങളിൽ എനിക്ക് എഴുത്ത് കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും വൃന്ദമാഷും കൂടെ ഈ അമ്മയുടെ അടുത്ത് ലാലേട്ടൻ കൈ പിടിച്ചിട്ട് മഞ്ഞക്കിളിയുടെ 3 പാട്ടുണ്ടോ, അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല, നമുക്ക് ഡാൻസ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം വൃന്ദമാഷ് കുഴഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് മാറ്റി പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നമ്മളിതിന് വേറെ കഥകളുണ്ടാക്കണം അമ്മയെ കൺവിൻസ് ചെയ്യിക്കാൻ. എന്നിട്ട് അമ്മയുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെയൊക്കെയാണ് ഡാൻസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഡാൻസേഴ്സൊക്കെ അങ്ങനെ എന്നിട്ട് ആണ് അമ്മയെ നമ്മൾ ആ സിനിമയിലേക്ക് കൊണ്ടുവന്ന് ആ സിനിമ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈകാരികമായ ഒരു അടുപ്പം ആയിരുന്നു ഈ മുത്തശ്ശിയുമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ലോഹിയേട്ടൻ്റെ എന്നോടൊപ്പം എൻ്റെ ആദ്യത്തെ സിനിമയാണ് കന്നഡം. ആ സിനിമയോടൊപ്പമുള്ള എൻ്റെ വർക്കുകൾ ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ആയിട്ട് തന്നെ വീണ്ടും തുടർന്ന് എൻ്റെ ഒരു 5ഓളം സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ലോഹിയേട്ടൻ്റെ ഓരോ തിരക്കഥകളും ഓരോ സിനിമകളും ഒക്കെ വളരെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിലൂടെ ജീവിത രീതികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതാണ്. അതിൽ ഒരുപാട് വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെൻറ്റുള്ളായിരുന്നു ഓർമ്മച്ചപ്പ് എന്ന സിനിമ. സിദ്ദിഖ് ലാൽ അന്ന് അതിനോടകം ഒരു കളിയാട്ടത്തിനൊക്കെ ശേഷം ഒരു നടൻ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഒരു ഇൻഡിപെൻഡൻ്റ് ഹീറോ ലെവലിലേക്കൊക്കെ സിനിമയിലെത്തുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ലാലും ചഞ്ചലും എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും കൂടെ അഭിനയിച്ച ഒരുപാട് എക്സെൻട്രിസിറ്റീസൊക്കെയുള്ള ഒരു പ്രത്യേക തരം ക്യാരക്ടർ ആണ് അത്. വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ എനിക്ക് എന്നോടൊപ്പം എൻ്റെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിലെ ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ടായിരുന്നു. വളരെ സൈലൻ്റായിട്ടുള്ള ഒരു സോഫ്റ്റായിട്ടുള്ളൊരു പയ്യൻ, ആലപ്പുഴക്കാരൻ. അപ്പം അവനുമായിട്ട് ഞാൻ പരിചയപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് വർമ്മയെന്ന്. അപ്പം ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നു, വർമ്മ ഇയാളെപ്പോലെ തന്നെ വളരെ സൈലൻ്റായിരുന്നു ഞാൻ. അങ്ങനെ നമ്മളിങ്ങനെ സൈലൻ്റായിട്ടൊന്നും നമുക്ക് ഇതുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അയാൾ വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ നമ്മൾ കുറേ കൂടെ ബോൾഡ് ആവണം, കുറേ കൂടെ കമാൻഡിങ് ആവണം, എങ്കിൽ മാത്രമേ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണെങ്കിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പഴംപുരാണങ്ങളൊക്കെ ഞാൻ ഈ പയ്യനടുത്ത് പറയുകയും അതുകൊണ്ട് ഇങ്ങനെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് എനിക്കൊന്ന് ഈ ജഗന്നാഥ് വർമ്മ സാറിൻ്റെ എന്തോ ഒരു ആ ഒരു ഫാമിലി ബന്ധങ്ങളൊക്കെ ഉണ്ട്.
അപ്പം ആ കുട്ടിയെടുത്ത് ഞാനിങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉപദേശിക്കുകയും ഞങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു മാനസികമായിട്ട് വളരെ ജൂനിയറും ഒരു ആദ്യത്തെ സിനിമയൊക്കെ വന്നൊരു ആളോട് എൻ്റെ ആദ്യകാലങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ഒരുപാട് നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ഉണ്ടായി. പിന്നീടാണ് ഈ കുറേ കാലങ്ങൾക്ക് ശേഷം ആണ് അറിയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ആഡ് ഫിലിം മേക്കറായിട്ട് ഈ വർമ്മ മാറിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ വഴികൾ കൃത്യമായി നമ്മൾ തിരഞ്ഞെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അദ്ദേഹം അങ്ങനെ തുടർന്നിരുന്നുണ്ടെങ്കിൽ അയാളുടെ ചിന്തകൾക്ക് വളരെ പരിമിതികളുണ്ടാവുക, പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരുടെ കീഴിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളിൽ ആ ഒരു സ്കൂളിൽ നിന്ന് വളരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള മെച്ചമായ ജീവിതത്തിലോട്ട് മുന്നോട്ടുണ്ടാകണം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ മേഖലകളെ ഒരു കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം. വോഡാഫോണൊക്കെ പോലെയുള്ള വലിയ വലിയ കമ്പനികൾ, കൊക്കക്കോള, അങ്ങനെയൊക്കെ ഭയങ്കര ഇന്ത്യയിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ആഡ് ഫിലിം മേക്കറായിട്ട് വർമ്മ മാറാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പോലും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണെന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ജീവിതത്തിൻ്റെ ശരിയായ വഴികൾ കണ്ടെത്തുക എന്നുള്ളത് എല്ലാവർക്കും പറ്റില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പറ്റുന്നവർക്ക് മാത്രമുള്ളത് ആണ് വിജയം എന്നുള്ളത് ചില ഇൻസിഡൻറ്റുകൾ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ലോഹിയേട്ടനോടൊപ്പമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ മാത്രമായിട്ടായിരുന്നില്ല, ഒരു സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ മാത്രമായിരുന്നില്ല ഞാനും ലോഹിയേട്ടനും തമ്മിൽ ഒരുമിച്ചായിരിക്കുന്നതെന്ന് പറയുന്നത്. ലോഹിയേട്ടൻ ആലുവയിൽ നിന്ന് ലക്കിടിയിലെ ഒരു വലിയൊരു പഴയ ഒരു തറവാട് വാങ്ങുകയും കുളവും പാടവും ഒക്കെയുള്ള വളരെ ഒരു രസകരമായ ഒരു നാട്ടിൻപുറത്ത് ആണ് കൂടുതൽ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും അവിടെ കൂടുക, ലോഹിയേട്ടനോട് കൂടെ താമസിക്കുക. അവിടെ ചിലപ്പം ഒരു ചേച്ചി വന്ന് ചെറുതായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. വൈകിട്ട് ചിലപ്പം കഞ്ഞിയും മറ്റു കാര്യങ്ങളും നമ്മൾ ലോഹിയേട്ടനും ഞാനും ഒക്കെ കൂടെ കയറി നിന്ന് പാചകം ചെയ്യുക, തേങ്ങ തിരുമുക, ഉള്ളി പൊളിക്കുക എന്നൊക്കെ എനിക്ക് അത്രയൊക്കെ തന്നെ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊരു ഭയങ്കര ഒരു റിലേഷൻഷിപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് സംസാരങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം തനിച്ച് താമസിക്കുമ്പോൾ സംസാരിക്കാൻ ആൾ വേണം, കാര്യങ്ങൾ പല കഥകളും പല രീതികളും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോകാറുണ്ട്, ജീവിതത്തിനെക്കുറിച്ച് പറഞ്ഞു പോകാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പുള്ളി ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്തിനെക്കുറിച്ച് പറയാറുണ്ട്. തനിയാവർത്തനം എന്നൊരു സിനിമയിലേക്ക് അദ്ദേഹം എത്തപ്പെട്ട അങ്ങനെ. അപ്പം നമുക്കങ്ങനെ കേൾക്കാൻ കൗതുകം തോന്നുന്ന, അല്ലെങ്കിൽ ഭാരതമെന്നുള്ളൊരു സിനിമ ഒരു 6-7 ദിവസം കൊണ്ട് എഴുതി മാറിയ അങ്ങനെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കഥകളിങ്ങനെ മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ ഇടയുന്നുണ്ട്. അപ്പം അത് ഒക്കെ അറിഞ്ഞ് കൂടുതൽ ബന്ധത്തിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിച്ചത് വേണമെങ്കിൽ പറയാം. ആ സമയത്താണ് ചില സമയത്ത് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം മൂകാംബികയ്ക്ക് യാത്ര പോയിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും പോകാറുണ്ട്. ചിലപ്പം ഈ കാളപൂട്ട് മത്സരം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോകും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം എന്നെ വിളിച്ച് നമുക്കൊരു സർക്കസ് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു പഴയ ഒരു ചെറിയ ഒരു ദരിദ്രം ഒക്കെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു സർക്കസ് ക്യാമ്പിൽ ഞങ്ങൾ പോവുകയും സർക്കസ് കാണുകയും അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ജോക്കർ എന്ന സിനിമയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ജോക്കർ എന്ന് പറയുന്ന സിനിമ അക്കാലത്തെ ഒരു വലിയ സിനിമ തന്നെയാണ്. എന്ന് വെച്ചാൽ വലിയൊരു സർക്കസ് ടെൻ്റ് ഉണ്ടാക്കുകയും അതിൽ ഒരുപാട് മൃഗങ്ങളെയും ആർട്ടിസ്റ്റുകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ഒരു ജോക്കറിനെ ഒരു വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ ദിലീപിന് സാധിച്ചിട്ടുണ്ട്. ദിലീപിനോടൊപ്പം അതിലെ അവിസ്മരണീയമാക്കിയിട്ടുള്ള മറ്റൊരു കഥാപാത്രമാണ് ബഹദൂർ ഖായുടെ ഒരു ക്യാരക്ടർ. അപ്പം ബഹദൂർ ഖായുടെ അവസാന സിനിമകളിലൊന്നുകൂടിയാണ് ജോക്കർ എന്ന് പറയുന്നത്. അതിലെ നായിക മന്യ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഈ മുത്തശ്ശിയെ കണ്ടെത്തിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ അതിൻ്റെ ഒരു മാസ്റ്ററാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. എൻ്റെ അടുത്ത് വീണ്ടും പറയുന്നു, നമുക്കൊരു നായിക വേണം, അതിനെ ഒരു പുതിയ ഒരാളാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പം
അതിൻ്റെ ഒരു അന്വേഷണം എവിടെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ക്യാമറാമാൻ വേണുഗോപാലാണ്. അപ്പം ഞാനും വേണുവും കൂടെ ആദ്യം പോയത് ഹൈദരാബാദിൽ പോയി ഈനാട് പത്രവുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെയുള്ള കവർ പേജസ് കവർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കി കുറേ അധികം ആൾക്കാരെ അന്വേഷിച്ചു. അപ്പോൾ ഈ യാത്രകൾക്കൊന്നും വലിയ സുഖകരമായ സാമ്പത്തിക പിന്താങ്ങൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയിൽ ഉടനീളം പലപ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ചിലപ്പം പൈസ തീർന്നിട്ട് കടം വാങ്ങിക്കേണ്ടി വരിക. ഈ പറഞ്ഞിട്ട് ഗൂഗിൾ പേയോ മറ്റു രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്ത സമയം. അങ്ങനെ ആണ് ഈ നാടിൻ്റെ ഒരു ഏതോ ഒരു ഇഷ്യൂവിൽ വന്ന അവരുടെ ഒരു ഇതിൽ കൂടെ കോണ്ടാക്റ്റ് കൂടെ കിട്ടിയ ഒരു കുട്ടിയാണ് ഈ മന്യ എന്ന് പറയുന്ന ഇപ്പോൾ സിനിമയിലേക്ക് വന്നൊരു കുട്ടി. കാരണം ആ സിനിമയിലെ ആ കഥാപാത്രത്തിന് ഒരു നോർത്ത് സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ സർക്കസിൻ്റെ ആ രീതിയിലുള്ള ഒരു മലയാളിത്തം വേണ്ടാത്തൊരു കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ഹൈദരാബാദ് പോലെയുള്ള മറ്റൊരു തെലുങ്കിൽ നിന്നോ മറ്റു ഭാഷയിൽ നിന്നോ ഒരാളെ കണ്ടെത്താമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ മന്യയെ കൊണ്ടുവരുന്ന മലയാളം പറയുന്നു. മന്യയെ അതിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വന്ന് ലോഹേട്ടനെ കാണിക്കുന്നു. പിന്നീട് അവരെ വിളിച്ച് ഓഡീഷൻ നടത്തുന്നു. അങ്ങനെയാണ്. കാരണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ജിപ്സികളെ പോലെ നടക്കുന്ന ഒരു നാടോടികളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പോലെ കരുതുന്ന തരത്തിൽ ഉള്ള ഒരു ലുക്കും ഭാവവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മന്യയിലേക്ക് എത്തിയത്. മന്യ ഇപ്പം US വളരെ ഒരു സന്തോഷമായ ഒരു ഫാമിലിയായിട്ട് സെറ്റിലായിട്ട് ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ പലപ്പോഴും ഷൂട്ടിങ്ങൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടെങ്കിലും അവസാനം നമുക്കത് ഷൂട്ട് ചെയ്യേണ്ടി വന്നപ്പം അത് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അത് ഭയങ്കരമായിട്ടും ലോഹേട്ടൻ വഴക്ക് പറഞ്ഞത് ശരിക്കും ആ സാധനങ്ങളൊക്കെ ചെയ്തിരുന്ന പ്രശാന്ത് മാധവ് എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റൻ്റായിരുന്നു. അപ്പം ഈ വഴക്കൊക്കെ കേട്ട് ഇത് ഞാൻ ഷൂട്ടിങ് വേറെ ഇടത്തിലൊക്കെ മാറ്റി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ പിന്നീട് നോക്കുമ്പോൾ ഈ ടെൻറ്റിൻ്റെ അകത്ത് നിലത്ത് കിടന്ന് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ഉരുളുക. കാരണം ഈ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് രാവും പകലുമായിട്ട് ഈ കുട്ടി ഇതിനു വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ എൻ്റെ ഒരു അവസാന സമയത്ത് അത് കൃത്യമായി ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റാത്തതിൽ വഴക്ക് കേട്ടതിനുണ്ടായ ഒരു വിഷമം കൊണ്ടാണ് ഇവൻ നിലത്ത് കിടന്ന് ഉരുണ്ട് കരയുന്നത്.